RSS ഒരു ഭാഗത്ത് പിടിമുറുക്കുമ്പോൾ SDPയും അതേപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകളും പോലീസിൽ ചെറിയ രീതിയിൽ പിടിമുറുക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ രണ്ട് വർഗീയ സംഘടനകളും കേരളത്തിലെ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടും പോലീസ് വകുപ്പ് ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണത്തിന് നേരിലാണ്. അപ്പോൾ അതൊന്നും കേരളത്തിലെ മുഖ്യമന്ത്രി അറിയുന്നില്ല എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് ആഭ്യന്തര വകുപ്പ് നിയന്ത്രണം വിട്ടിട്ട് ഒരുപാട് വർഷങ്ങളായി. ഇത് സൂചിപ്പിക്കാൻ കാരണം നേരത്തെ വത്സൻ തില്ലങ്കേരിയുടെ കാര്യം പറഞ്ഞു. നമ്മൾ വത്സൻ തില്ലങ്കേരിയിലേക്ക് ഒന്നും പോകണ്ട. TP സെൻകുമാർ ഒന്ന്, അതേപോലെ തന്നെ നമുക്ക് ADGP ആയിരുന്ന ജേക്കബ് തോമസ്, അതേപോലെ തന്നെ ശ്രീലേഖ ഉൾപ്പെടെയുള്ള ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവർ RSS സംഘടന എന്ന് പറയുന്ന സംഘടന വളരെ മികച്ചതാണെന്നും കേരളത്തില് തീവ്രവാദ പ്രവർത്തനം ഉണ്ട് എന്നും അത് മുസ്ലിം വിഭാഗവുമായി ബന്ധപ്പെട്ടാണ് എന്നൊക്കെ വിളിച്ചു പറയുന്ന തരത്തിലേക്ക് സർവീസിൽ നിന്ന് വിരമിച്ചും വിളിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ പോലീസ് സംവിധാനം മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോപ്പുലർ ഫണ്ടുമായി ബന്ധപ്പെട്ട് SDPI ബന്ധപ്പെട്ടുകൊണ്ട് ഒരു RSSകാരനെ 24 മണിക്കൂർ കൊണ്ട് വധിക്കാനുള്ള അവസരം പോലീസ് തന്നെ ഉണ്ടാക്കി കൊടുക്കുന്ന അവസ്ഥ, ഫോണുകളിൽ ചോർത്തിക്കൊണ്ട് കൊടുക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് രണ്ട് തരത്തിലേക്കും ഈ നമ്മുടെ കേരളത്തിലെ പോലീസ് മാറിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരു ഭാഗത്ത് RSS ആണെങ്കിൽ മറുഭാഗത്ത് പോപ്പുലർ NDF ഉൾപ്പെടെയുള്ള സംഘടനകൾക്കും സഹായം ലഭിക്കുന്നുണ്ട് എന്നതാണ്.